ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് നാട്ടുകൾ മാത്രമല്ല, ക്യാമ്പസുകളിൽ അതിഭീകരമായ ലഹരിയുടെ വല്ലാത്ത ആധിക്യം നമ്മൾ കാണുന്നുണ്ട്. നമുക്കതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. സങ്കടമുള്ള കാര്യമാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്യാമ്പസുകളിലൊക്കെ വളരെ ആഴത്തിൽ, വളരെ ഗ്രൗണ്ടിൽ ആർക്കും ഏത് സമയവും കിട്ടാവുന്ന തരത്തിൽ ഈ ലഹരി വ്യാപനം അതുറപ്പായും ആശങ്കപ്പെടുത്തുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് കൊച്ചിയിൽ ഒരു ക്യാമ്പസിൽ, നഗരമധ്യത്തിലൊരു ക്യാമ്പസിൽ അവിടുത്തെ ഹോസ്റ്റലിൽ 2 കിലോ കഞ്ചാവ് കൊണ്ടുവച്ച് ആ കഞ്ചാവ് പൊടിക്കാനുള്ള മെഷീൻ, അത് തൂക്കാനുള്ള ത്രാസ്, അത് റീറ്റെയിലായി വിൽപ്പന നടത്താനുള്ള ചെറിയ ചെറിയ കവറുകളൊക്കെ പോലീസ് അവിടെ കണ്ടുപിടിക്കുകയാണ്. വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഗോപികൃഷ്ണ, അത്തരത്തിൽ ക്യാമ്പസുകൾ കൂടി ഏറ്റവും നമ്മുടെ ഈ യാത്രയുടെ ഫോക്കൽ പോയിന്റുകളായി ക്യാമ്പസുകളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഈ പശ്ചാത്തലം കൂടിയാണ് ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം. മാത്രമല്ല, ഇന്ന് SKN മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ആ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഇതിൽ ഏറ്റവും അധികം ശക്തമായ നിലപാടെടുക്കാൻ കഴിയുക വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ്. അപ്പോൾ അധ്യാപകർക്ക് പഴയതുപോലെ അധ്യാപകരോട് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാകുന്നൊരു തലമുറ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അധ്യാപകർക്ക് സ്വതന്ത്രമായി ഇടപെടാനും പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ധാർമ്മികമായ പിന്തുണ നമ്മൾ നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് ക്യാമ്പസുകളിലേക്ക് വലിയ, അതേപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ക്യാമ്പസിലെ പ്രശ്നങ്ങൾ ഉറപ്പായും ക്യാമ്പസിൽ ഏത് രീതിയിലാണ് ഈ ലഹരിയുടെ വല്ലാത്ത നീരാളിപ്പിടുത്തം പോകുന്നത്, എങ്ങനെ അതിനെ ചെറുക്കാൻ കഴിയും കാണാം. ഞെട്ടലോടെയാണ് കേരളം ആ വാർത്ത കണ്ടത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ അർദ്ധരാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തെളിഞ്ഞത് ക്യാമ്പസിലെ വൻ ലഹരി കേന്ദ്രത്തിന്റെ വിവരങ്ങളാണ്. കലാലയങ്ങളും ഹോസ്റ്റലുകളും ലഹരിയുടെ ഇരുണ്ട സങ്കേതങ്ങളായി മാറുന്നുവെന്ന ഞെട്ടിക്കുന്ന സത്യം ഒരിടിമിന്നൽ പോലെ സമൂഹത്തിന്റെ ചങ്കിലേക്ക് പാഞ്ഞു കയറി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ക്യാമ്പസ് ഹോസ്റ്റൽ, അഴിഞ്ഞാടിയ ലഹരി സംഘങ്ങൾ, കഞ്ചാവ് വിപണന കേന്ദ്രമായി മാറിയ ഒരു വിദ്യാലയം. ഭയത്തിന്റെ തണുപ്പരിച്ചിറങ്ങുന്നില്ലേ ഈ വിവരങ്ങൾ അറിയുമ്പോൾ? പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവ്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അടക്കം പ്രതികൾ. പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വൻ ലഹരി ശൃംഖല. പ്രതികളെ ചൊല്ലി രാഷ്ട്രീയ സംഘടനകൾ പോരടിക്കുന്നു. പരസ്പരം പഴിചാരലുകൾക്കപ്പുറം ക്യാമ്പസുകളിൽ ലഹരി എത്തിക്കുന്ന മാഫിയ സംഘത്തെ കുടുക്കാൻ എന്താണ് പോംവഴി എന്നതാണ് അന്വേഷിക്കേണ്ടത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര കിട്ടുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി എന്തെങ്കിലും ചെറിയ പാക്കറ്റ് എന്തെങ്കിലും കിട്ടുള്ളൂ എന്നാണ് പരിശോധിച്ചത്. അങ്ങനെ പ്രതീക്ഷയോടെ ചെല്ലുന്നത്. ഇത്രയും വലിയ ക്വാണ്ടിറ്റി കിട്ടുന്നത് പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരു മാസമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വിദ്യാർത്ഥികളെ വരുന്ന കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ. കാസർകോട്ട് 10ാം ക്ലാസ് സെന്റ് ഓഫ് പാർട്ടി കൊഴുപ്പിക്കാൻ കുട്ടികൾ കൊണ്ടുവന്നത് കഞ്ചാവ്. കൊച്ചിയിൽ 10 വയസ്സുകാരിക്ക് MDMA നൽകിയത് വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം സഹോദരൻ. ലഹരി വാങ്ങാനായി 3 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് ഈ കുട്ടി കവരുകയും ചെയ്തു. ലഹരിക്കടിമയായി അക്രമാസക്തനായ കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റേണ്ടി വന്നു. ലഹരി വസ്തുക്കളുമായി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ പിടിയിലാകുന്നത് നിത്യസംഭവമായി മാറി. വയനാട് ബത്തേരിയിൽ സഹപാഠികൾക്ക് ലഹരിയടങ്ങിയ മിഠായി വിറ്റ 2 കോളേജ് വിദ്യാർത്ഥികൾ പിടിയിലായത് കഴിഞ്ഞ ദിവസം. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ദിനേന രജിസ്റ്റർ ചെയ്യുന്നത്. ഒട്ടേറെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ലഹരി കാരിയർമാരായി മാറുന്നു. ഇൻസ്റ്റ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വലവിരിക്കുന്ന ലഹരി സംഘങ്ങൾ കുട്ടികളെ എളുപ്പത്തിൽ വരുതിയിലാക്കുന്നു. കുട്ടികളെ കുറ്റം പറഞ്ഞ് കാലം കഴിക്കുകയല്ല വേണ്ടത്. ലഹരി മാഫിയയുടെ കണ്ണികൾ പൊട്ടിക്കുകയാണ് ഏക വഴി. ക്യാമ്പസുകളിൽ ശക്തമായ പരിശോധനയ്ക്കൊപ്പം കാതലായ ബോധവത്കരണ ക്യാമ്പയിനുകളും വേണം. സർഗാത്മക കലാലയങ്ങൾ വീണ്ടെടുക്കണം. അതിനുവേണ്ടിയുള്ള വലിയ ദൗത്യത്തിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം. ടീം 24.